വൺ ഓഫ് ദ ഡ്രീം പ്രൊജക്റ്റ് ആണ് എത്തിഹാദ് റെയിൽ. 2026 ജൂൺ 30 ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു, അബുദാബി ടു ഫുജൈറ. പിന്നെ UAE എന്ത് ന്യൂ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കറിയാം അത് വേൾഡ് ക്ലാസ് ക്വാളിറ്റി അഷ്വേർഡ് ആണ്. അതിന് ഹാറ്റ്സ് ഓഫ് ടു അവർ വിഷണറി ലീഡേഴ്സ്. ദുബായ് സ്റ്റേഷൻ ഓപ്പൺ ആവുന്നത് സെപ്റ്റംബർ 30 ഇപ്പോ ഫുജൈറ ആൻഡ് അബുദാബി ഈ രണ്ട് സ്റ്റേഷൻസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഫുജൈറ ടു അബുദാബി ആൻഡ് റിട്ടേൺ. അതിന് ദുബായിൽ നിന്ന് ഫുജൈറ സ്റ്റേഷനിലേക്കാണ് ഈ റൂട്ട്. ഒരുപാട് മലകളൊക്കെ വെട്ടിയുണ്ടാക്കിയ റൂട്ടാണിത്. ഓൾമോസ്റ്റ് ഫുജൈറ എത്താനായി. അപ്പൊ ഇനി സ്റ്റേഷനിലേക്ക്. എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ പാർക്കിംഗ് അവൈലബിൾ ആണ്. സ്റ്റേഷനോട് ചേർന്ന് തന്നെ ആക്റ്റീവ് ട്രെയിൻ ടിക്കറ്റ് ഹോൾഡേഴ്സിന് പാർക്കിംഗ് കംപ്ലീറ്റ്ലി ഫ്രീയുമാണ്. പിന്നെ ഫുള്ളി കവേർഡ് ആണ് പാർക്കിംഗ്. എല്ലാ സ്റ്റേഷൻസിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും സിറ്റീസിൽ നിന്നും എല്ലാം. ബസ് സ്റ്റോപ്പ് വരുന്നത് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ ടാക്സി സ്റ്റാൻഡും സ്റ്റേഷന്റെ ഫ്രണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷന്റെ ഡിസൈൻ. ഇത് എല്ലാ സ്റ്റേഷൻസിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എക്സ്റ്റീരിയറും ഇന്റീരിയറും. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഫുജൈറ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ അബുദാബി സ്റ്റേഷനിൽ റോബോട്ടിക് ഡാൻസ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. ഈ വീഡിയോന്റെ എൻഡിലുണ്ട്. എത്തിഹാദ് റെയിലിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓൺലൈൻ ചെയ്യുക. അതിൽ നമ്മൾക്ക് സീറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ എല്ലാ ഓപ്ഷൻസും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷനിലും ടിക്കറ്റ് കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ ട്രെയിൻ എപ്പോഴും ഫുൾ ആയിരിക്കും. അതുകൊണ്ട് പ്രീ ബുക്കിംഗ് ചെയ്യാം. ഇവിടുത്തെ ഡിസ്പ്ലേ ബോർഡിൽ ട്രെയിനിന്റെ എല്ലാ ഷെഡ്യൂളും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിപ്പാർച്ചറും അറൈവലും എല്ലാം. പിന്നെ സ്റ്റേഷന്റെ അകത്ത് എത്തിഹാദ് റെയിലിന്റെ ഒരു കംപ്ലീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാ സ്റ്റേഷൻസും ഡീറ്റെയിൽസും കാണാം. പിന്നെ 2027 മാർച്ച് ആകുമ്പോഴേക്കും എല്ലാ സ്റ്റേഷൻസും ഓപ്പൺ ആകും. നമ്മൾ സ്റ്റേഷനിൽ കുറച്ച് നേരത്തെ എത്തി. പാസഞ്ചേഴ്സ് ഒക്കെ ആക്ച്വലി വന്ന് തുടങ്ങുന്നുള്ളൂ. പിന്നെ ഡെയിലി 3 ട്രിപ്പാണ് അബുദാബി ടു ഫുജൈറ ആൻഡ് റിട്ടേൺ. ടൈം ഷെഡ്യൂളൊക്കെ ആപ്പിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനൊക്കെ ഫുള്ളായി. ഒരുവിധം എല്ലാ രാജ്യത്തു നിന്നുള്ള പാസഞ്ചേഴ്സും ഉണ്ട് ഇവിടെ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടുത്തെ മാനേജ്മെന്റും സ്റ്റാഫും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ സമയമായി. അപ്പോൾ നമ്മുടെ ടിക്കറ്റിലെ QR കോഡ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് മുകളിലേക്ക് കയറാം. അപ്പോൾ അഗെയിൻ വെൽക്കം ടു എത്തിഹാദ് റെയിൽ. നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. നമ്മുടെ ട്രെയിൻ ആക്ച്വലി അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1 hour and 45 minutes എടുക്കും ഫുജൈറ ടു അബുദാബി. പ്ലാറ്റ്ഫോമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ കോച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോച്ച് 5 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സീറ്റിംഗ് തന്നെയാണ്. 2 കാറ്റഗറി ഉള്ളത്, ഒന്ന് കംഫർട്ടും പിന്നെ പ്രീമിയം. ഇപ്പൊ നമ്മളുള്ളത് കംഫർട്ടിലാണ്. കംഫർട്ടിൽ തന്നെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ലെതറാണ്. അപ്പൊ കംഫർട്ടില്, അതായത് എക്കോണമി ക്ലാസ്സിൽ ഇങ്ങനെയാണ് സീറ്റിംഗ് ലേഔട്ട് വരുന്നത്. 2 ലെഫ്റ്റിലും 2 റൈറ്റിലും. പ്രീമിയം കാറ്റഗറിയിലേക്ക് വന്നാൽ ലെഫ്റ്റില് 1 റോയെ വരുന്നുള്ളൂ, റൈറ്റില് 2 സീറ്റും. ഇതിൽ സ്പേസ് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ സർവീസസും കുറച്ച് പ്രീമിയം ആണ്. ടിക്കറ്റ് ഫെയർ എക്കോണമി ക്ലാസ്സിന് 55ഉം പ്രീമിയം ഈ ക്ലാസ്സിന് 120 ആണ് ഇപ്പം ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടേബിൾ ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഫുജൈറ സ്റ്റേഷനിൽ. 1 മണിക്കൂറും 45 മിനിറ്റുമാണ് അബുദാബി സ്റ്റേഷനിലേക്ക്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഉള്ള ദുബായ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞ പോലെ 30th സെപ്റ്റംബറിനാണ്. പിന്നെ ഈ റൂട്ടിലുള്ള ബാക്കി എല്ലാ സ്റ്റേഷൻസും മാർച്ച് 2027 ആകുമ്പോഴത്തേക്കും ഫുള്ളി ഓപ്പറേഷനിലാവും. പിന്നെ ട്രെയിനിന്റെ ഗ്ലാസ് ഏരിയ ഒക്കെ നല്ല വൈഡ് ആയതുകൊണ്ട് ക്ലിയർ വ്യൂ ആണ് പുറത്തേക്കുള്ള. ഇതാണ് സ്റ്റേഷൻ വിടുമ്പോഴുള്ള സീനറി. ഒരുപാട് മലകളും കുറച്ച് ഗ്രീനറി ഒക്കെ ആയിട്ടാണ് സ്റ്റേഷൻ വിടുമ്പോൾ തന്നെ. പിന്നെ ഒന്നുകൂടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് വളരെ സപ്പോർട്ടീവ് ആണ്, നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ ഫെസിലിറ്റി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത്രത്തോളം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എത്തിഹാദ് റെയിൽ ആപ്പ് വളരെ ഈസി ആൻഡ് കൺവീനിയന്റ് ആണ്. പിന്നെ ട്രെയിനിന്റെ അകത്തുള്ള ഈ സ്ക്രീനിൽ നമ്മുടെ സ്പീഡും പിന്നെ സ്റ്റേഷൻസിന്റെ ഡീറ്റെയിൽസും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ 200 കിലോമീറ്റർ സ്പീഡൊന്നും അകത്തേക്ക് അത്ര എഫക്ട് ചെയ്യുന്നില്ല. പാസഞ്ചേഴ്സ് നല്ല ഈസി ആൻഡ് കംഫർട്ട് ആയിരിക്കും യാത്ര. ഇപ്പൊ നമ്മുടെ ട്രെയിൻ ഓൾമോസ്റ്റ് 200 കിലോമീറ്റർ സ്പീഡ് ക്രോസ് ചെയ്തു. ഇതിൽ പുറത്തുള്ള വ്യൂവിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഇന്റീരിയറും സർവീസും തന്നെയാണ്. മെയിൻലി പറയുകയാണെങ്കിൽ ഇതിന്റെ വാഷ്റൂംസ് അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വളരെ ഹൈജീനിക്കും ആണ്. പിന്നെ സ്റ്റാഫ് ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡോർസിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ ഈ ബട്ടൺസിന്റെ മുകളിലാണ്.
ഫ്ലൈറ്റുള്ള പോലെ സെയിം കാറ്ററിംഗ് സർവീസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ടീ, കോഫി, സ്നാക്സ്, ചോക്ലേറ്റ്സ്, മിനറൽ വാട്ടർ അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സർവീസ് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന് സ്പെഷ്യൽ റേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ദുബായ് ഏരിയ എത്താനായി. ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ദുബായിയുടെ ഔട്ടർ ഏരിയയിലാണ്. അത് സിറ്റി കൂടെ അല്ല ഈ ട്രെയിൻ പോണത്, ഔട്ടർ ഏരിയ കൂടെയാണ്. കാറ്ററിംഗ് സർവീസിന്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് മെയിൻ കോഴ്സ്. ഇതിൽ ബിരിയാണി പിന്നെ സാൻഡ്വിച്ചസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതും എക്സ്ട്രാ കോസ്റ്റ് ഇല്ല, ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ആക്ച്വലി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ചെറിയ പോർഷൻ ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ദുബായ് വിട്ടു. ട്രെയിൻ 200 കിലോമീറ്റർ സ്പീഡ് ടച്ച് ചെയ്തു. പക്ഷെ ട്രെയിനിന്റെ അകത്ത് നല്ല കംഫർട്ടാണ്. ആ സ്പീഡൊന്നും ഇവിടെ എഫക്ട് ചെയ്യില്ല, അതായത് അകത്തേക്ക് എഫക്ട് ചെയ്യില്ല. ട്രെയിൻ ഇപ്പോൾ 200 കിലോമീറ്റർ സ്പീഡിലാണ്. പറഞ്ഞ പോലെ അത് ഉള്ളോട്ട് തീരെ എഫക്ട് ചെയ്യില്ല. കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് തീരെ ഷെയ്ക്ക് ആവുന്നില്ല. പറഞ്ഞു വന്നത് ഇതിന്റെ ഡിസൈനൊക്കെ അങ്ങനെ കംഫർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അബുദാബി സ്റ്റേഷൻ എത്താനായി. അതിന്റെ അനൗൺസ്മെന്റ് വന്നു. പിന്നെ ഈ സ്റ്റേഷൻ വരുന്നത് മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലാണ്. ഇത് അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് അറൌണ്ട് 30 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ സ്റ്റേഷനിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. ബസ്സസ് ആയാലും ടാക്സീസ് ആയാലും തൊട്ട് ഫ്രണ്ട് തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. വളരെ ഈസി ആൻഡ് കൺവീനിയന്റ് ആണ്. അപ്പോൾ വെൽക്കം ടു അബുദാബി സ്റ്റേഷൻ. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. 1 hour and 45 minutes എടുത്തുള്ളൂ. ഫുജൈറയിൽ നിന്ന് 10:59 സ്റ്റാർട്ട് ചെയ്തു. അബുദാബി ഓൺ ടൈമിന് അറൈവലാണ്. അബുദാബി സ്റ്റേഷൻ്റെ അകത്ത് ഇതിന്റെ കംപ്ലീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് തന്നെയാണ് റോബോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ട്. ഇതിന്റെ ഫേസ് ടു ഫേസ് നിന്നിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനി റോബോട്ട് ഡാൻസ്.